നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ പേടിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യത്തൊന്നുമില്ല. ദൈവം അത്ര പെട്ടെന്ന് എന്നെ വിളിക്കത്തുമില്ല. ഏത് വിധേനയും സ്റ്റീഫൻ മുതലാളിയുടെ പണം എത്രയും പെട്ടെന്ന് കൊടുക്കും. ഞാൻ കാരണം ആ പാവം ശശാങ്കന്റെ ജോലി പോകരുതല്ലോ. ഏതായാലും കുറച്ചു ദിവസം മുമ്പിലുണ്ടല്ലോ, ദൈവമായിട്ടൊരു വഴി കാണിച്ചു തരും, ഉറപ്പാ. അത്രേ ഉള്ളൂ. മനോഹരേട്ടൻ മനസ്സ് ശാന്തമാക്കി ഉറങ്ങാൻ നോക്ക്. മനോഹരേട്ടനൊപ്പം ഞാനില്ലേ? ഓപ്പറേഷനുള്ള കുട്ടികളുടെ പേരൻസിന് ഒരു കൗൺസിലിംഗ് വേണം. അതിനുള്ള ക്രമീകരണം ചെയ്യാൻ സൈക്കാട്രിയിലെ ഡോക്ടർ എമിലിയോട് പറയണം. പറഞ്ഞിട്ടുണ്ട് സർ. ഗുഡ്. ആ ദേവിക പറയ്, എന്താ രാത്രിയില്? ഡോക്ടർ ഹോസ്പിറ്റലിലാണോ? അതെ, ഇറങ്ങാൻ തുടങ്ങായിരുന്നു. എന്താ? ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളെല്ലാവരെയും തകർത്ത് കളഞ്ഞൊരു സംഭവം. എന്താ? എന്തു പറ്റി? സംഗതി നമ്മൾ കരുതിയതിനേക്കാളും പ്രശ്നമാണല്ലോ ദേവികെ. ലോകത്ത് ഒട്ടും മനുഷ്യപ്പെട്ടില്ലാത്ത ആളുകള് പലിശക്കാരാണ്. മാടിനെ അറക്കുന്നവർ പോലും അതിനൊരു തുടം വെള്ളം കൊടുത്തിട്ടേ അറക്കൂ. ഇക്കൂട്ടര് അങ്ങനെയല്ല. തുള്ളി വെള്ളം പോലും തരാതെ പച്ചക്കറുത്ത് കളയും. വല്ലാതെ പേടിയാവുന്നു ഡോക്ടർ. വീട് വരെ അറ്റാച്ച് ചെയ്ത അഗ്രിമെന്റിലെ ക്ലോസുകൾ. അച്ഛനാകെ തകർന്നിരിക്കുക. ആ ചതിയനെവിടെ? ശരത്ത് വന്നിട്ടില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? ദേവിക പേടിക്കാതെ, വഴിയുണ്ടാക്കാം. ഈ നാട്ടിൽ കോടതി എന്നൊന്നുണ്ടല്ലോ. സാധാരണക്കാരന്റെ അവസാനത്തെ ആശ്രയം. നമുക്ക് നോക്കാം. തൽക്കാലം അച്ഛന് ധൈര്യം കൊടുക്കുക. ശരി ഡോക്ടർ. നിന്നെ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയാ മതി. എന്താ? ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കരുത്. കാര്യങ്ങൾ കൃത്യസമയത്ത് കൃത്യമായി ശരത്തിന്റെ ചെവിയിൽ എത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. അമ്മ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ അമ്മേ ശരത്തേണ്ണ തടഞ്ഞു നിർത്തിയൊരു ചോദ്യം ചെയ്യല്? മാറി നിക്കടി അങ്ങോട്ട്. ചോദ്യം ചെയ്യുന്നതിന്റെ കാര്യവും കാരണമൊക്കെ നീ കേട്ടും കണ്ടും മനസ്സിലാക്കിയാ മതി. നിനക്കെന്താടി ബാധ കയറിയതാണോ? ചിലരുടെ കൊടും ചതി അറിയുമ്പോ ആർക്കും ബാധ കയറും. അമ്മ കാര്യം പറയും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനൊരു മീറ്റിംഗിലായിരുന്നു, അതുകൊണ്ട് എന്റെ ഫോൺ ഓഫ്ലൈനിലായിരുന്നു. ഈ വീട് തന്നെ ഇപ്പോ ഓഫ്ലൈനിലായല്ലോ. ഇനി എന്ത് വേണം? നിങ്ങൾ കൂടുതൽ സംസാരിക്കട്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അതെന്റെ അമ്മ പറഞ്ഞോളൂ. ഞാനും പറയും, ദേവികയും പറയും.
ഇന്ന് ആ പലിശക്കാരൻ ഇവിടെ വന്ന് ഉണ്ടാക്കിയ പുകിലറിയാലോ. നെഞ്ചു പൊട്ടി അച്ഛൻ കിടപ്പുണ്ടാ മുറിയില്. എന്റെ മോന്റെ അസ്ഥിത്തറയില് വിളക്ക് വരെ ഊതി അണച്ചിട്ട് അയാൾ പോയത്. ഈ വീടിന്റെ വെളിച്ചം നേരത്തെ ചിലര് ഊതി അണച്ചതാണല്ലോ. ഓ, അപ്പൊ ശരത്തേട്ടനെതിരെ സഖ്യകക്ഷി ആക്രമണമാണല്ലേ? ഇവനെ ഇങ്ങനെ തടഞ്ഞു നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പൈസ തരാമെന്ന് ശരത്ത് മോ നേരത്തെ പറഞ്ഞതല്ലേ. പിന്നെ പലിശക്കാരൻ, അവന് യാതൊരു ബോധവും വിവരവും ഇല്ലാത്ത ഒരാളാ. അവന്റെ പെരുമാറ്റം കാണുമ്പോ തന്നെ അറിയില്ല. അതെ, അയാൾ ബോധവും വിവരവും ഇല്ലാത്ത ആളാ. പക്ഷേ അയാളെ ഇങ്ങോട്ട് വരുത്തിയത് ആരാ? ആര് കാരണ അയാൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്? ആർക്ക് വേണ്ടിയാ മനോഹരേട്ടൻ ഈ അപമാനം സഹിക്കുന്നത്? എടി, അതിന് നീ ഇങ്ങനെ വേതാളം തുള്ളിട്ട് വല്ല കാര്യമുള്ളൂ? തുള്ളേന്റെ അടുത്ത് ഇനി തുള്ളാൻ തന്നെയാ തീരുമാനം. അല്ലാതെ എന്റെ ഭർത്താവ് ചങ്ക് പൊട്ടി മരിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. അതാരുടെ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിലും, മകളുടെ ആണെങ്കിലും അമ്മയുടേതാണെങ്കിലും. ഓ, ഇപ്പൊ കുറ്റം മൊത്തം ഞങ്ങൾക്കാ. ഞങ്ങളാണല്ലോ ശവന്തീനികള്. അമ്മേ, പണം അടുത്ത ആഴ്ച തന്നെ കൊടുക്കും. എത്ര രൂപയാണെങ്കിലും അതിന്റെ പലിശയും ചേർത്ത് കൊടുക്കും. വേണമെങ്കിൽ ഞാൻ തന്നെ അയാളെ പോയി ഒന്ന് കാണാം. എന്നിട്ട് ഏത് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് വെച്ചാ ഞാൻ അത് ചെയ്യാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഒപ്പിട്ട കൊറേ കടലാസം പൊക്കിക്കൊണ്ടാ അയാൾ വന്നത്. മനോഹരന് ആവശ്യത്തിലേറെ ഒപ്പ് അതിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശരത്തുമോനും കൂടെ ഒപ്പിടേണ്ട ആവശ്യമില്ല. ആരൊപ്പിട്ടാലും ആര് തുല്യം ചാർത്തിയാലും പറഞ്ഞതുപോലെ ഒരാഴ്ചക്കകത്ത് കാര്യം ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യും. അന്നേരം ഇതേ അമ്മ, ഇപ്പൊ ദേഷ്യത്തിൽ നിൽക്കുന്ന ഈ അമ്മ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്നോട് സംസാരിക്കും. അതൊന്ന് കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. പിന്നെ കല്യാണത്തിന് അല്പം സമയം കൂടി പറഞ്ഞപ്പോ പലർക്കും പല തെറ്റിദ്ധാരണകൾ ഉണ്ടായി. എന്താണ് ശരത്തിന്റെ ഉദ്ദേശം? ഇനി ശരത്ത് കാശിക്കോ കൈലാസത്തിലോ പോവാന്നോ എന്നൊക്കെ ഇവിടെ പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് കല്യാണ തീയതി ഏറ്റവും അടുത്ത ദിവസം തന്നെ കുറിച്ചാണ് അച്ഛനോട് പറയാം. അതിനു മുമ്പ് ബാധ്യതകളെല്ലാം തീർത്തിരിക്കും. വില്ലയുടെ പെയിന്റിംഗ് വരെ കഴിയുമായിരിക്കും അല്ലേ? അതേപ്പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട. പാല് കാച്ചിന് വിളിക്കും. സൗകര്യം ഉണ്ടെങ്കിൽ വരിക.